ദൈവ തിരുനാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. കർത്താവിൽ ധന്യരും യേശുക്രിസ്തുവിന് ഏറ്റവും പ്രിയമുള്ളവരായ ദൈവവചനം ഹൃദയത്തിൽ സംഗ്രഹിച്ചും വചനത്തെ ഉള്ളിൽ വസിപ്പിച്ചും സന്തോഷത്തോടെ ക്രിസ്തീയ ജീവിതം നയിപ്പാൻ, ആത്മീക ജീവിതം നയിപ്പാൻ മനസ്സുരുക്കത്തോടെ ദൈവസന്നിധിയിൽ തീരുമാനവും പ്രതിഷ്ഠയുമുള്ള വചനം കേൾക്കുന്ന എൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ വിനീതമായ സ്നേഹവന്ദനങ്ങൾ അറിയിക്കുന്നു. സന്തോഷമുള്ള ഈ സുദിനം, ഈ മാസത്തിൻ്റെ അവസാന ദിവസം, കർത്താവിൻ്റെ തിരുമുമ്പാകെ കഴിഞ്ഞൊരു മാസം മുഴുവൻ ദൈവത്തിൻ്റെ ആലോചന തന്നും ദൈവകൃപയിൽ നിലനിർത്തിയും കർത്താവിൻ്റെ കൈകളിൽ വഹിച്ചും ഇന്നയോളം ഈ ഒരു മാസം സഹായിച്ചതിനും കരുതിയതിനുമെല്ലാം ഒത്തിരി ദൈവത്തോട് നന്ദിയും സ്നേഹവും സ്തോത്രവും എല്ലാം അർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ തിരുവായ്മൊഴികൾക്ക് വേണ്ടി ഈ ദിവസം കാത്തു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഹൃദയത്തിൽ പ്രേരിപ്പിച്ച ദൈവിക ആലോചന നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഒരുങ്ങുകയാണ്. ഒപ്പം നിങ്ങൾക്കെല്ലാവർക്കും സ്നേഹാഭിവാദനങ്ങൾ അറിയിച്ചുകൊണ്ട് കർത്താവിനെ, എൻ്റെ രക്ഷിതാവിനെ, സ്വർഗീയ പിതാവിനെ, വഴികാട്ടിയ പരിശുദ്ധാത്മാവിനെ ഒത്തിരി സ്തോത്രവും സ്തുതിയും മഹത്വവും പിന്നെയും കരയേറ്റിക്കൊണ്ട് ദൈവ വചന ചിന്തയിലേക്ക് വരട്ടെ. സങ്കീർത്തന പുസ്തകത്തിലെ ഒരു വാക്യം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ തിരുവെഴുത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാം. 53-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാമത് വാക്യം. സങ്കീർത്തനങ്ങൾ 53, അതിൻ്റെ 3-ാമത്തെ വാക്യം ഇപ്രകാരമാണ് എഴുതിയിരിക്കുന്നത്: എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. ദൈവത്തെ അന്വേഷിക്കുന്നവനില്ല, ഒരുത്തൻ പോലുമില്ല. ദൈവമാണെങ്കിൽ ദൈവത്തെ അന്വേഷിക്കുന്നവനുണ്ടോ എന്ന് കാണാൻ വേണ്ടി സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിൽ മൊത്തത്തിൽ ഒരപ്പൻ മകനെ തപ്പുന്നത് പോലെ തപ്പി ദൈവത്തിൻ്റെ കണ്ണുകൾ പരതുകയാണ്. ആരെങ്കിലും ദൈവത്തെ അന്വേഷിക്കുന്നവരുണ്ടോ എന്ന്. ആ ദൈവത്തിൻ്റെ അന്വേഷണം ഒരു റിപ്പോർട്ടായി പുറത്തു വന്നിരിക്കുന്നതാണ് 53-ാം സങ്കീർത്തനത്തിൻ്റെ 3-ാം വാക്യം. ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ സങ്കീർത്തന എഴുത്തുകാരനെ കൊണ്ട് എഴുതിച്ചിരിക്കുന്നു: എല്ലാവരും പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. പിൻവാങ്ങി എന്ന വാക്ക് വേദപുസ്തകത്തിലെ 2 വാക്കുകൾ ഈ പശ്ചാത്തലത്തിൽ ചിന്തിക്കുന്നത് നല്ലതാണ്. ഇവിടെ എഴുതിയിരിക്കുന്നത് പിൻവാങ്ങി എന്ന വാക്കാണ്. എന്നാൽ ബൈബിളിലെ ചില ഭാഗങ്ങൾ, പ്രത്യേകിച്ച് എബ്രായ ലേഖനത്തിൽ പിന്മാറി എന്നെഴുതിയിരിക്കുന്ന വാക്കുണ്ട്. പിൻവാങ്ങി എന്നിവിടെ എഴുതുമ്പോൾ പുതിയ നിയമത്തിലെ ലേഖനങ്ങൾക്കകത്ത് പിന്മാറി എന്നെഴുതിയിരിക്കുന്നു. പിൻവാങ്ങിയവരും പിന്മാറിയവരും. പിൻവാങ്ങുക എന്ന് പറയുന്നതിന് ടേൺ ബാക്ക് എന്നാണ് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത്. പിന്മാറുക എന്ന് പറഞ്ഞാൽ ബാക്ക് സ്ലൈഡ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. രണ്ടും ഒരുപോലത്തെ വാക്കായി തോന്നും. വേദപുസ്തക ഗ്രഹിക്കുന്നതിൽ ഗഹന ചിന്തകൾ ഇല്ലാതെ ഒരു ഓർഡിനറി വായനക്കാർക്ക് ഇതൊക്കെ സാധാരണ പോലെ തോന്നും. പക്ഷേ ഇതിൻ്റെ അടിവേരും ആഴങ്ങളും തപ്പുന്നവരെ സംബന്ധിച്ച് ഈ വാക്കുകളൊക്കെ തമ്മിലുള്ള അന്തരം പ്രത്യേകതയായി തോന്നും. പിൻവാങ്ങിപ്പോയവർ, പിന്മാറിപ്പോയവർ. പിന്മാറിപ്പോയാൽ എബ്രായ ലേഖനം 6-ാം അധ്യായത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? അവർ ക്രൂശിൻ്റെ ശത്രുക്കളായി, അഥവാ യേശുക്രിസ്തുവിനെ പിന്നെയും ക്രൂശിക്കുന്നവരായി ശത്രുവിനെ പോലെ പെരുമാറാൻ തുടങ്ങും. പിന്മാറിപ്പോയവർ. പിൻവാങ്ങിപ്പോയവർ, അവരെക്കുറിച്ച് ഇവിടെ എഴുതിയിരിക്കുന്നത് എല്ലാവരും പിൻവാങ്ങി ശത്രുക്കളായി എന്നല്ല, ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. കൊള്ളരുതാത്തവരായി തീരുക. പിൻവാങ്ങിയാൽ ആള് കൊള്ളരുതാത്തവൻ. കൊള്ളരുതാത്തവെന്നുള്ളൊരു പഴയ മലയാള വാക്ക് കേട്ടോ. അൺപ്രോഫിറ്റബിൾ എന്നാണ് ശരിക്കും അതിൻ്റെ ഇംഗ്ലീഷ് വാക്ക്. കൊള്ളരുതാത്തവൻ എന്ന വാക്ക് അടിയും വഴക്കും ഉണ്ടാക്കി എന്ന് റോട്ടിൽ കിടന്ന് കള്ളു കുടിച്ച് കത്തിക്കുത്തുണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ കയറി ലോക്കപ്പിൽ കിടക്കുന്നവൻ എന്നല്ല അതിൻ്റെ അർത്ഥം കേട്ടോ. കൊള്ളരുതാത്തവൻ എന്ന് പറഞ്ഞാൽ പല അർത്ഥത്തെ നമ്മൾ എടുക്കുന്നത്. മനുഷ്യൻ കൊള്ളരുതാത്ത മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ പറയുമ്പോൾ ഓരോ നേച്ചറിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും. പക്ഷെ ബൈബിൾ കൊള്ളരുതാത്തവൻ എന്ന് പറയുന്ന ആ പഴയ വാക്കിന് അൺപ്രോഫിറ്റബിൾ, ഒരു ലാഭമില്ലാത്ത മനുഷ്യനായി. കാശുണ്ടാക്കാത്തവനെന്നല്ല, ദൈവത്തിന് ലാഭമില്ലാത്തവരായി മാറി. കുറേ കഴിയുമ്പോൾ ജീവിച്ചിരുന്നുകൊണ്ട് ആർക്കും ലാഭമില്ലാത്തതായി മാറും. അതാണ് ആ വാക്കിൻ്റെ അർത്ഥം. പിൻവാങ്ങിയവർ,
അവർ പിൻവാങ്ങി ഒരുപോലെ കൊള്ളരുതാത്തവരായി തീർന്നു. എങ്ങനെയാണത് പറഞ്ഞ് മനസ്സിലാക്കുന്നത് എന്ന് ഞാൻ ചിന്തിച്ചപ്പോൾ നമുക്കറിയാം, ഈ പിൻവാങ്ങുക എന്ന് പറഞ്ഞാൽ എവിടെ നിന്നാ? ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും, ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ നിന്നും, ദൈവീകതയിൽ നിന്നും പിൻവാങ്ങുക എന്നതാണ്. അല്ലാതെ എവിടെ നിന്നെങ്കിലും വയസ്സാങ്കാലത്ത് രാജിവെച്ച് ഒരു സ്ഥാനം വിട്ട് കളഞ്ഞിട്ട് തിരിച്ചു പോരുന്നതിനെക്കുറിച്ചല്ലല്ലോ പറയുന്നത്. ഇത് ബൈബിളിൽ നിന്നല്ലേ. ഇപ്പം ദൈവീകമായിരിക്കുന്ന ആ ചുറ്റുവട്ടത്ത് നിന്ന്, ദൈവത്തിൻ്റെ സമീപത്തിൽ നിന്ന്, ദൈവത്തിൻ്റെ ചിറകടിയിൽ നിന്ന്, ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് പിൻവാങ്ങുന്നവൻ അൺപ്രോഫിറ്റബിളായി മാറുന്നു. ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയാം. ചില മരുന്നുകൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണം, ഇത്ര ഡിഗ്രി തണുപ്പുള്ളിടത്ത് സൂക്ഷിക്കണമെന്ന മരുന്നിൻ്റെ പുറത്തെഴുതിയിട്ടുണ്ടാവും. ആ തണുപ്പിലെ, അത്ര ഡിഗ്രി തണുപ്പിലെ അഥവാ ഫ്രിഡ്ജിലെ അത് സൂക്ഷിക്കാവൂ. എടുത്താൽ ഉടനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ചേക്കണം. ഫ്രിഡ്ജിൽ നിന്ന് മാറ്റി വെച്ചാൽ ആ മരുന്ന് ചീത്തയായി പോവും, ചിലപ്പോൾ വിഷത്തിന് തുല്യമായി മാറും. അങ്ങനെയല്ലേ ചില മരുന്നുകൾ. മെഡിക്കൽ സൈഡുമായിട്ട് ബന്ധമുള്ളവർ കുറച്ചുകൂടെ അതിൻ്റെ പേരൊക്കെ അറിയായിരിക്കും. ചില മെഡിസിൻ ഫ്രിഡ്ജിലേ വയ്ക്കാവൂ. ഇത്ര ഡിഗ്രി സെൻറ്റിഗ്രേഡ് ചൂടിനകത്തേക്ക് ചെന്നാൽ, ഇച്ചിരി നേരം നിന്നാൽ സംഭവം പോയി. ഇനി മരുന്നിലേക്ക് പോകണ്ട. നമ്മൾ ഉപയോഗിക്കുന്ന പാല്, പശുവിൻ്റെ പാല് ഒരു നിശ്ചിത സമയം മാത്രമേ നമ്മുടെ ഈ അന്തരീക്ഷത്തിൽ പുറത്തിരിക്കുകയുള്ളൂ. പാലുകാരൻ രാവിലെ കൊണ്ടുവന്ന് നമ്മുടെ തിണ്ണയിൽ കൊണ്ടുവന്ന് പാല് വെച്ചിട്ട് പോയി. നമ്മൾ വീട്ടിലുണ്ടായിരുന്നില്ല. നമ്മൾ തിരിച്ചു വന്നത് 2:30, ഉച്ചയ്ക്ക് 2:30 ആയപ്പോഴാണ്. ആ പാൽ ആ തിണ്ണയിലിരുന്ന് വെയിൽ കൊണ്ട് അവിടെ ഇരുന്നു, ആ അന്തരീക്ഷത്തിലിരുന്നു. 2:30 എന്ന് പാല് കാച്ചി വെച്ചേക്കാന്ന് വിചാരിച്ച് അടുപ്പത്ത് വെച്ചപ്പോഴത്തേക്കും അത് തീർന്നു കിട്ടും. കാരണം പാലൊക്കെ നിശ്ചിത സമയത്തിൽ കൂടുതൽ ഈ പുറത്തെ അന്തരീക്ഷത്തിൽ ഇരിക്കുകയില്ല. പിന്നെ ഇത് നന്നായിട്ടിരിക്കണമെങ്കിൽ ഫ്രിഡ്ജിൽ വയ്ക്കുക നിവൃത്തിയുള്ളൂ. അങ്ങനെ ചില സാധനങ്ങൾ നമ്മുടെ കൺവട്ടത്ത്, നമ്മുടെ മുമ്പിൽ തന്നെ ഒരു പരിധിക്കപ്പുറത്തേക്ക് ഈ അന്തരീക്ഷത്തിലിരുന്നാൽ സംഭവം ചീറ്റിപ്പോവും. ഇത് ഈ പ്രകൃതി നമുക്ക് തരുന്ന ഗുണപാഠമാണ്. ഇത് സത്യമാണെങ്കിൽ ഒരു കാര്യം നമ്മളെല്ലാവരും ഓർത്തോളണം. ദൈവത്തിൻ്റെ സാമീപ്യത്തിൽ നിന്ന് നമ്മൾ പിൻവാങ്ങിയാൽ ആള് ചീത്തയാകും. ചിലപ്പോൾ ശത്രുവാകും, ചിലപ്പോൾ വിഷമാകും, ചിലപ്പോൾ തലവേദനയാവും, ചിലപ്പോൾ നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം ഭാരമാകും. അങ്ങനെ എങ്ങനെയാണെന്ന് പറയാനൊക്കത്തില്ല. ചിലപ്പോൾ കുടുംബത്തിന് നാണക്കേടാവും. അയ്യോ എന്തെല്ലാം രീതിയിലാണ്. അപ്പം മനുഷ്യന് ദൈവത്തിൽ നിന്ന് അകന്ന് ഒരുപാടൊന്നും ജീവിക്കാൻ പറ്റില്ല. ഇത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ഇത് ആത്മീകത്തിൻ്റെ ഏറ്റവും വലിയ മിസ്റ്ററിയാണ്. നിങ്ങൾ പിള്ളേരുടെ കയ്യിൽ 10 രൂപ സ്വത്രാഴ്ച കൊടുത്തിട്ട് ഇതെൻ്റെ പേരിലും കൂടി ഇട്ടേരടാ എന്ന് പറഞ്ഞ് രാവിലെ കറങ്ങി നടക്കുമ്പോൾ നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകലുക. ദൈവത്തിൽ നിന്നകന്നാൽ നാം ചീത്തയായി പോകും. ഒരു വ്യത്യാസവും ഇല്ല, ആരാണെങ്കിലും. അപ്പോൾ കൊള്ളരുതാത്തവരായി, അൺപ്രോഫിറ്റബിളായി ഒരു ജന്മം കിട്ടിയിട്ട് പ്രയോജനമില്ലാതെ പോയി എന്ന് പറയാതിരിപ്പാൻ ഏക വഴി ദൈവത്തിൽ നിന്ന്, ദൈവ സാന്നിധ്യത്തിൽ നിന്ന്, തിരുവെഴുത്തിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന്, ദൈവിക കൃപയിൽ നിന്ന് പിൻവാങ്ങാതിരിക്കുക. അതേ വഴിയുള്ളൂ, അതേ വഴിയുള്ളൂ. ഇത് നന്നായിട്ട് അറിയാവുന്ന ദൈവം നമുക്ക് വേണ്ടി തുറന്നിരിക്കുന്ന സ്ഥാപനമാണ് ദൈവത്തിൻ്റെ സഭ, ആത്മീക കൂട്ടായ്മ, തിരുവെഴുത്ത് പ്രഘോഷിക്കുന്ന സ്ഥലം, ദൈവദാസന്മാർ, കൃപാവരങ്ങൾ ജ്വലിക്കുന്ന സ്ഥലം, ആരാധന നടക്കുന്ന സ്ഥലം എന്നൊക്കെ പറയുന്നത് മഹാദൈവത്തിൻ്റെ സാന്നിധ്യം തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ കുറേ നേരം പോയിരിക്കുക എന്നുള്ളതും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ദൈവീകതയിൽ നിന്ന് പിൻവാങ്ങിയാൽ നമുക്ക് പ്രശ്നമുണ്ടാവും, കൊള്ളരുതാത്തവരായിത്തീരും. പിൻവാങ്ങലാണ് പിന്നീട് പിന്മാറ്റമായി മാറുന്നത്. അതുകൊണ്ട് തന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നമ്മളാകട്ടെ, നമ്മുടെ മക്കളാകട്ടെ, എത്ര മിടുക്കനാണെങ്കിലും മിടുക്കിയാണെങ്കിലും ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നാം പരാജയമായി മാറുകയാണ്. നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നതിൻ്റെ പ്രത്യേകത തന്നെ
മണിമന്ദിരം പണിത് അതിനകത്ത് ജീവിക്കുക എന്നുള്ളതല്ല. നമുക്കും ഫ്രിഡ്ജിൽ കയറിയിരിക്കാനൊന്നും പറ്റില്ലല്ലോ. പിന്നെ ഈ ഒരായുസ് ധന്യമാകാൻ ദൈവവുമായിട്ട് ഏറ്റവും അടുത്ത് സമ്പർക്കം പുലർത്തിപ്പോകുക, ദൈവത്തോടടുക്കുക, ദൈവീകതയുമായി നാം ദൈവസന്നിധിയിൽ ജീവിക്കുക. അത് മാത്രമേ രക്ഷയുള്ളൂ ദൈവമക്കളെ. ദൈവത്തിൽ നിന്ന് പിൻവാങ്ങിയാൽ നമുക്ക് നഷ്ടമാണ്. അത് സംഭവിക്കരുത്. സ്വർഗം വരെ നഷ്ടമാകും. നിത്യത പോലും നമുക്ക് പോയി കിട്ടും. നമ്മളെ അങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്ന ദൈവം. നമുക്ക് ദൈവത്തിൽ നിന്ന് അകലാൻ പറ്റില്ല. ഈ ലോകത്തിൻ്റെ പ്രശ്നം, ഈ ലോകത്തിലെ പ്രശ്നക്കാർ ആരാണ്? മഹാദൈവത്തിൽ നിന്ന് അകന്നവരാണ്. അവർ നഷ്ടമാണ്, അൺപ്രോഫിറ്റബിളാണ്, കൊള്ളരുതാത്തവരായി മാറും. അവർ ആരോടും എതിർക്കും, എന്തും ചെയ്യും, വലിയ പ്രശ്നങ്ങളിൽ ചെന്ന് ചാടും. ലോകം നശിക്കും, കുടുംബം നശിക്കും. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമുക്കെത്രത്തോളം ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാമോ അത്രയും ജീവിച്ചോളണം. പിൻവാങ്ങുന്നു എങ്കിൽ കൊള്ളരുതാത്തവരായിത്തീരും, ദൈവപ്രസാദമില്ലാത്തവരായിത്തീരും. അങ്ങനെ ആകരുത്. എപ്പോഴും നമുക്ക് ദൈവത്തോട് അടുത്ത് നിൽക്കാം. എപ്പോഴും നമുക്ക് ദൈവസാന്നിധ്യത്തിൽ ജീവിക്കാം. നമുക്ക് കൊള്ളരുതാത്തവരാകണ്ട, നല്ലവരാകാം. പ്രാർത്ഥിക്കട്ടെ. പരിശുദ്ധ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ വക കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കുറച്ച് നാളുകളായി ദൈവം തരുന്ന അവസരത്തിനായി നന്ദി. ഞങ്ങളെ അങ്ങയിൽ നിന്ന് അകറ്റി നിർത്താൻ ഒരിക്കലും അങ്ങ് ആഗ്രഹിച്ചിട്ടില്ല. തള്ളക്കോഴി കുഞ്ഞുങ്ങളെ കൊത്തി അകറ്റുന്നത് പോലെ ഒരിക്കലും ഒരു പ്രായത്തിലും ഞങ്ങളെ അകറ്റാൻ ആഗ്രഹിക്കാത്ത നല്ല പിതാവേ, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു. തിരുമുമ്പിൽ താഴ്ന്നു ദൈവകൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. മഹാദൈവത്തിൻ്റെ കരുണാകടാക്ഷങ്ങൾ ദൈവം അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും നല്ലവരാകട്ടെ, കൊള്ളരുതാത്തവർ ഉണ്ടാകാതിരിക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളും കുടുംബവും ദൈവമേ ജീവിതം ലാഭമാക്കട്ടെ. അതിന് ദൈവത്തിൽ നിന്ന് അകലാതിരിക്കട്ടെ. അതിനായി പ്രാർത്ഥിക്കുന്നു. ദൈവാത്മാവ് അതിനായി ഞങ്ങളെ സഹായിക്കണേ. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.